என் பொண்ணை காணோம் சார். ഇപ്പോൾ കുറ്റവാളിയെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ആദ്യം ആ പെൺകുട്ടി വർക്ക് ചെയ്ത സ്ഥലത്തേക്ക് പോകുന്നു. സെക്യൂരിറ്റിമാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. സെക്യൂരിറ്റി ക്യാമറ ചെക്ക് ചെയ്യുന്നു. ആ പെൺകുട്ടി പോയ ആ വഴി കണ്ടുപിടിക്കുന്നു. ആ കുട്ടി പോയ വഴിയിലൂടെ പോയി അവിടെയുള്ള കടക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. അവിടെയുള്ള സ്ഥലത്തൊക്കെ സെർച്ച് ചെയ്യുന്നു. അവിടെയുള്ള ക്യാമറ കാണുന്നു. അത് ചെക്ക് ചെയ്യുന്നു. ആ കുട്ടിയുടെ കളഞ്ഞുപോയ ID കാർഡും ഫോണും കിട്ടുന്നു. ആ പെൺകുട്ടി മിസ്സായ സമയത്ത് അതുവഴി പാസ് ചെയ്ത വാഹനങ്ങൾ ചെക്ക് ചെയ്യാൻ പറയുന്നു. இன்னொன்னு சிவப்பு கலர்ல ஆடி கார் நினைக்கிறேன் சார். இந்த ரூட்ல செம்ம ஸ்பீடா போறேன் சார். அந்த ஆடி கார் யாருதுன்னு பாருங்க, தூக்குங்க அவன் தான் கல்ப்ரிட். എന്ന് ഈ സീൻ്റെ റീമേക്ക് ഒന്ന് കണ്ടു നോക്കാം. അവർ ബസ് സ്റ്റാൻഡിലെത്തുന്നു. അവിടെ യാദൃശ്ചികമായൊരു ക്യാമറ കാണുന്നു. ആ ക്യാമറ ഫുട്ടേജ് ചെക്ക് ചെയ്യുന്നു. ആ പെൺകുട്ടിയെ റോഡരികിൽ നിൽക്കുന്നതായി കാണുന്നു. പെട്ടെന്ന് അതുവഴി ഒരു കാറ് പാസ് ചെയ്തു പോകുന്നു. കാർ അതേ സ്പീഡിൽ തിരിച്ചു വരുന്നു. അയാൾ നിർത്താൻ പറയുന്നു. അങ്ങനെ ആ കാറിലുള്ളവരാണ് കുറ്റവാളിയെന്ന് അവർ കണ്ടുപിടിക്കുന്നു. എന്താലേ ഇതാ ഞങ്ങളുടെ പ്ലാൻ. ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ ബുദ്ധി. ചീറ്റി പണ്ടാറൊടുക്കി. ഇത്ര ഈസിയായി തെളിയിച്ചൊരു കേസ് വേറൊരു സിനിമയിൽ ഉണ്ടാവില്ല. അയാളില്ലെങ്കിൽ ജസ്റ്റ് മിസ്സായി പോയേനെ. പ്രസിഡന്റിന്റെ മെഡൽ കിട്ടാൻ ധീര പ്രവൃത്തിയല്ലേ ഇവൻ ചെയ്തത്.